ഞാൻ കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ മാസം, അതായത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ഞാൻ ജോലി ചെയ്യുന്നത് UK സ്കോട്ട്ലൻഡിൽ അബർഡീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാനിവിടെ ഹോസ്പിറ്റലിൽ ഒരു 17 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ അവിടെ ഒരു സിസ്റ്റമുണ്ട്. 55 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കിറ്റ് അവരയച്ചു തരും. അങ്ങനെ എനിക്കും ഒരു കിറ്റ് കിട്ടി. ഞാൻ അത് ഒന്നും ചെയ്തില്ല, ചുമ്മാ അത് വെച്ചിരിക്കുകയായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് വീണ്ടും റിമൈൻഡർ ലെറ്റർ അയച്ചു. നിങ്ങളുടെ കിറ്റ് കിട്ടിയില്ല, ഉടനെ അയക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും അയക്കാൻ മടി കാണിച്ചു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യമല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അയച്ചുകൂടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കിറ്റ് അയച്ച് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു, നിൻ്റെ സ്റ്റൂളിൽ ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണുന്നുണ്ട്, അതുകൊണ്ട് അത് കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അവർ കൊളോണോസ്കോപ്പിക്ക് വിളിച്ചു. കൊളോണോസ്കോപ്പി ചെയ്തപ്പോൾ അവർ കൊളറെക്ടൽ ക്യാൻസർ കണ്ടുപിടിച്ചു. എനിക്ക് യാതൊരു സിംറ്റംസും ഇല്ലായിരുന്നു ഇങ്ങനെ ഈ അസുഖത്തിൻ്റേതായിട്ട്. അതുവരെ ഞാൻ വളരെ നോർമലായിരുന്നു. ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൊളറെക്ടൽ ക്യാൻസറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു. അവർ പിന്നെ ഉടനെ തന്നെ അവർ ഫർദർ ടെസ്റ്റിനൊക്കെ വിടുകയും സ്കാൻ ചെയ്യുകയും ഉടൻ തന്നെ ഓപ്പറേഷനൊക്കെ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് 6 മാസം കീമോ ചെയ്തു. കീമോ ചെയ്ത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വീണ്ടും അവർ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും എൻ്റെ 1-2 ഭാഗത്ത് ഒരു ചെറിയൊരു സ്വെല്ലിങ് കണ്ടു. അപ്പോൾ അവർക്ക് വീണ്ടും സംശയമായി. അവർ പറഞ്ഞു പെറ്റ് സ്കാൻ ചെയ്യണം, ബോഡിയുടെ വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്നറിയാൻ വേണ്ടി പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവരെൻ്റെ ചെസ്റ്റിലെ, എൻ്റെ ആംപിറ്റിലെ, അതുപോലെ താടിയുടെ താഴെ ഇങ്ങനെയൊക്കെ ഒരു സ്വെല്ലിങ് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു സംശയമുണ്ട്, അവർക്കത് ഫൈനൽ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വീണ്ടും ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ ബയോപ്സി എടുത്ത് ഇവിടുന്ന് ബയോപ്സി എടുത്ത് വീണ്ടും അത് അയച്ചിട്ട് എന്നോട് പറഞ്ഞു റിസൾട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരും ഇവിടെ വന്നു പോയ പലരും എന്നോട് പറഞ്ഞു, കൃപാസനം ഉണ്ട് ഇവിടെ ആലപ്പുഴയിൽ, നീ അവിടെ പോയെന്ന് പ്രാർത്ഥിക്കുക. അവിടുന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വരാൻ ഏകദേശം 1 മാസം സമയമുണ്ട്, നീ നാട്ടിൽ പോക്കോ, നാട്ടിൽ ഞാൻ വിവരം അറിയിച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ലെറ്റർ വന്നു, ഇപ്പോൾ ഈ 19-ാം തീയതി നിന്നെ റിസൾട്ട് അറിയിക്കാമെന്ന്. ഞാൻ കഴിഞ്ഞ മാസം 8-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ 6 കാര്യങ്ങൾ ഞാൻ ഉടമ്പടി വ്യവസ്ഥയിൽ വെച്ചു. ഞാനും എൻ്റെ വൈഫും എൻ്റെ ചേട്ടനും കൂടെ ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിവിടെ അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് വെച്ച് പ്രാർത്ഥിച്ചു, തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കിവിടെ തിരിച്ചിവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. അവിടുന്ന് ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കളെല്ലാം, അതായത് ഉപ്പും ആ തൈലവും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലെയും വൈകിട്ടും. ആ തൈലം ഞാനിങ്ങനെ വയറയിലൊക്കെ പുരട്ടുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞാൻ ഇവിടുന്ന് കിട്ടിയ പേപ്പർ ഞാനത് ആർക്കും കൊടുത്തില്ലായിരുന്നു, എനിക്ക് കൊടുക്കാൻ മടിയായിരുന്നു. അപ്പോൾ ഈ 19-ാം തീയതി റിസൾട്ട് വരും. ഇപ്പം 18-ാം തീയതി എൻ്റെ മകൻ്റെ ഫാദറിലോ പുള്ളിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, ചായ ഇത് ആ പേപ്പർ കൊടുത്തില്ലല്ലോ, കോട്ടയത്തോട്ട് വാ, നമുക്ക് ഇവിടെ ജില്ലാ ആശുപത്രി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് ഞങ്ങൾ 2 പേരും കൂടെ പോയി അവിടെ വാർഡിലൊക്കെ കയറി ഇറങ്ങി ഈ പേപ്പറും കൊടുത്തു. ചെറിയൊരു സാമ്പത്തിക സഹായമൊക്കെ തീരെ പാവപ്പെട്ട രോഗികൾക്കൊക്കെ ചെയ്ത് ഞങ്ങളൊക്കെ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനിങ്ങനെ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 19-ാം തീയതി ഡോക്ടർ വിളിച്ചു. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ സന്തോഷമുണ്ട്, നിൻ്റെ ഇത് ക്യാൻസറല്ല, ഇത് മാറിയിരിക്കുന്നു, നിനക്കിനി ഇപ്പം തുടർ ചികിത്സയൊന്നും ആവശ്യമില്ല, നീ ഇനി നോർമലായിട്ട് പോയാൽ മതി. അത് കേട്ടപ്പം ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. അന്നേരം തൊട്ട് ഇവിടെ വന്നിട്ട് നന്ദി പറയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിന് പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ ഞാൻ ഇന്ന് വന്നു, ഇവിടെ വന്ന് സിസ്റ്ററിനോട് പറഞ്ഞു ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പേപ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ആ പേപ്പർ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇത് തീർത്ഥമായി ഭേദമായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി വെക്കാത്ത കാര്യങ്ങൾ, ഞാൻ എൻ്റെ മകൻ്റെ വൈഫ് ഇപ്പോൾ ക്യാരി ചെയ്യുകയാണ്, 1 മാസം പ്രഗ്നൻ്റാണ്.
ഞാൻ ആ കാര്യങ്ങളൊന്നും ഉടമ്പടി വെച്ചിട്ടേ ഇല്ല. ഞാൻ വെക്കാത്ത കാര്യങ്ങൾ കൂടി മാതാവ് എനിക്ക് നടത്തി തന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് കാലിന് 2 മുട്ടിനും വേദനയും വയറിന് ഇതുപോലെ വലിയ അസുഖങ്ങളൊക്കെ ആയിരുന്നു. എപ്പോഴും ഗ്യാസ് ഇങ്ങനെ കയറി വരുമായിരുന്നു. ആ അസുഖങ്ങളെല്ലാം എടുത്തു മാറ്റി. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങൾ പോലും മാതാവ് എനിക്ക് നടത്തി തന്നു. ഇനി ഒരുപാട് ഇവിടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഒരുപാട് സാക്ഷ്യം കേൾക്കാറുണ്ട്. അങ്ങനെ ആ സാക്ഷ്യത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഈ സാക്ഷ്യം കൂടി മാതാവിന് സമർപ്പിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം.